The next and the last topic of RBC is erythropoiesis, that is the formation of RBCs. അപ്പോൾ നമ്മുടെ ഇതിനകത്തുള്ള ലാസ്റ്റ് ടോപ്പിക്കാണ് RBCനെ റിലേറ്റ് ചെയ്തിട്ട് നമുക്ക് പഠിക്കാനുള്ള ലാസ്റ്റ് ടോപ്പിക്കാണ് എറിത്രോപോയസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ എറിത്രോപോയസിസ് പറയുന്നതിന് മുന്നേ ആയിട്ട് അതിൻ്റെ പാരൻറ്റിനെ നമുക്കൊന്ന് പഠിക്കാം. ജസ്റ്റ് ബ്രീഫായിട്ട് എന്താണ് എന്നുള്ളത് മാത്രം ഒന്ന് നോക്കാം. സോ ദാറ്റ് ഇസ് ഹീമോപോയസിസ്. അപ്പോൾ ഹീമോപോയസിസ് അതിൽ നിന്നാണ് ഈ എറിത്രോപോയസിസ് ഒക്കെ വരുന്നത്. സോ വാട്ട് ഈസ് ഹീമോപോയസിസ്? ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് hematopoiesis. It is also called hematopoiesis, and it is the formation of blood cells. അതായത് RBC എന്നോ WBC എന്നോ പ്ലേറ്റ്ലെറ്റ്സ് എന്നോ വ്യത്യാസമില്ലാതെ ഈ പറഞ്ഞ 3 ടൈപ്പ് സെൽസിൻ്റെയും ഫോർമേഷനെ ഒരുമിച്ച് പറയുന്ന പേരാണ് ഹീമോപോയസിസ് അല്ലെങ്കിൽ ഹിമാറ്റോപോയസിസ്. ഓക്കെ, ഡെവലപ്മെൻറ്റ് ഓഫ് ബ്ലഡ് സെൽസ്. ഈ ഹെമാറ്റോപോയസിസിൻ്റെ 3 ടൈപ്സ് ആണ്. കാരണം 3 ബ്ലഡ് സെൽസ് ആണുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ 3 ടൈപ്സ് ആയിട്ടാണ് എറിത്രോപോയസിസും ല്യൂക്കോപോയസിസും ത്രോംബോപോയസിസ് എന്നും പറയുന്നത്. സോ എറിത്രോപോയസിസ് ഇസ് ദി ഡെവലപ്മെൻറ്റ് ഓഫ് RBCs, ല്യൂക്കോപോയസിസ് ഇസ് ദി ഡെവലപ്മെൻറ്റ് ഓഫ് WBCs, ആൻഡ് ത്രോംബോപോയസിസ് ഇസ് ദി ഡെവലപ്മെൻറ്റ് ഓഫ് പ്ലേറ്റ്ലെറ്റ്സ്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു എന്താ പറയുക, നമ്മൾ എറിത്രോപോയസിസ് എന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നതിന് മുന്നേ അറിഞ്ഞിരിക്കേണ്ട ഒരു ടേമാണ് ഹീമോപോയസിസ് അല്ലെങ്കിൽ ഹിമാറ്റോപോയസിസ് എന്ന് പറയുന്നത്. അപ്പോൾ സ്റ്റേജസ് ഇൻ ഹീമോപോയസിസ്. ഇപ്പോൾ എറിത്രോപോയസിസിൻ്റെ സ്റ്റേജസ് വ്യത്യാസമുണ്ട്, ലൂക്കോപോയസിസിൻ്റെ വ്യത്യാസമുണ്ട്, ത്രോംബോപോയസിസിൻ്റെ ഒക്കെ വ്യത്യാസമുണ്ട്. പക്ഷേ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഇനീഷ്യൽ സ്റ്റേജസ്, 3 എണ്ണത്തിൻ്റെയും ഇനീഷ്യൽ സ്റ്റേജസ് എന്ന് പറയുന്നത് സെയിം ആണ്. ഓക്കെ, ഇത് ജസ്റ്റ് അറിയാൻ വേണ്ടി മാത്രമേ ഉള്ളൂ, അല്ലാതെ ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. സോ സ്റ്റേജസ് പറയുമ്പോൾ ഏറ്റവും ആദ്യം വരുന്നത് അൺകമ്മിറ്റഡ് പ്ലൂറിപൊട്ടൻറ്റ് സ്റ്റെം സെൽസ് ആണ്. ഇനി എന്താണ് ഇവരെന്ന് വെച്ചാൽ, നമ്മുടെ ബോഡിയിൽ എല്ലാ ഓർഗൻസിൻ്റെയും അകത്ത് ആ ഓർഗനുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന സ്റ്റെം സെൽസ് പ്രസൻ്റ് ആണ്. സ്റ്റെം സെൽസ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളതും ഞാൻ സെല്ലിൻ്റെ ഇൻട്രൊഡക്ഷൻ പറഞ്ഞിരുന്നു. അതായത് സ്റ്റെം സെൽസ് എന്ന് പറഞ്ഞാൽ റീജനറേറ്റിംഗ് കപ്പാസിറ്റി ഉള്ള അല്ലെങ്കിൽ ഏത് ടൈപ്പ് ഓഫ് സെല്ല് വേണമെങ്കിൽ ഫോം ചെയ്യാൻ എബിലിറ്റി ഉള്ള സെൽസ് ആണ് സ്റ്റെം സെൽസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ബോൺ മാരോയ്ക്കകത്ത് ഇതുപോലെ ബ്ലഡ് സെൽസിൻ്റെ ഫോർമേഷന് വേണ്ടി മാത്രമുള്ള സ്റ്റെം സെൽസ് ഉണ്ട്. അതിനെ ഹീമോപോയറ്റിക് അൺകമ്മിറ്റഡ് പ്ലൂറിപൊട്ടൻറ്റ് സ്റ്റെം സെൽസ് എന്നും പറയും. ഓക്കെ, അപ്പോൾ അൺകമ്മിറ്റഡ് എന്നുള്ള ടേമിനർത്ഥം this type of stem cell can form any type of blood cell. ബ്ലഡ് സെല്ല് മാത്രമാണ്, പക്ഷേ ഏത് ടൈപ്പ്, അത് വേണമെങ്കിൽ RBC ആവാം, WBC ആവാം, പ്ലേറ്റ്ലെറ്റ്സ് ആവാം, ഡിപ്പെൻഡിങ് അപ്പോൺ ദി നെസസിറ്റി. ആ സിറ്റുവേഷനിൽ ഏത് സെല്ലിൻ്റെ പ്രൊഡക്ഷനാണോ ആവശ്യം അതിനനുസരിച്ച് അവർക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് അതിന് ആ ടേം വന്നിരിക്കുന്നത് അൺകമ്മിറ്റഡ് പ്ലൂറിപൊട്ടൻറ്റ് സ്റ്റെം സെൽസ്. ആൻഡ് ഇപ്പോൾ ഒരു സ്റ്റിമുലേഷൻ വന്നു കഴിഞ്ഞാൽ, എന്തെങ്കിലും ഒരു തരത്തിലുള്ള സ്റ്റിമുലേഷൻ വന്നു കഴിഞ്ഞാൽ, ദ അൺകമ്മിറ്റഡ് പ്ലൂറിപൊട്ടൻറ്റ് സ്റ്റെം സെൽ വിൽ ഫോം ദി കമ്മിറ്റഡ് പ്ലൂറിപൊട്ടൻറ്റ് സ്റ്റെം സെൽസ്. അപ്പോൾ കമ്മിറ്റഡ് പ്ലൂറിപൊട്ടൻറ്റ് സ്റ്റെം സെൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ ഹാവ് ദ എബിലിറ്റി ടു ഫോം എ പെർട്ടിക്കുലർ ടൈപ്പ് ഓഫ് ബ്ലഡ് സെൽ ഓൺലി. ഇപ്പോൾ നമുക്ക് RBC ആണ് ഇപ്പോൾ ഇനീഷ്യലി നമ്മുടെ ബോഡിക്ക് ആവശ്യം എന്നുണ്ടെങ്കിൽ കമ്മിറ്റഡ് പ്ലൂറിപൊട്ടൻറ്റ് സ്റ്റെം സെൽസ് RBCയുടെ ഫോർമേഷനിലേക്ക് ഡൈവേർട്ട് ചെയ്ത് പോകും. ഈ WBC ആണെങ്കിൽ അതിൻ്റെ ആ ഒരു സെൽ ലൈനിലേക്ക് ഡൈവേർട്ട് ചെയ്യും, പ്ലേറ്റ്ലെറ്റ്സ് ആണെങ്കിൽ അതിൻ്റെ സെൽ ലൈനിലേക്ക് ഡൈവേർട്ട് ചെയ്ത് പോകും. അങ്ങനെയാണ് അതിൻ്റെ ആക്ഷൻ വരുന്നത്. സോ ഈ കമ്മിറ്റഡ് പ്ലൂറിപൊട്ടൻറ്റ് സ്റ്റെം സെൽ എന്നിട്ട് അടുത്ത സ്റ്റേജിലേക്ക് പോകും. ഇറ്റ് ഫോംസ് 2 ടൈപ്സ് ഓഫ് സെൽസ്. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഏത് സിറ്റുവേഷൻ ആണോ അല്ലെങ്കിൽ ഏത് ഡിമാൻഡാണോ നമ്മുടെ ബോഡിക്കുള്ളത് അതിനനുസരിച്ച് അത് മാറും. അപ്പോൾ ഈ കമ്മിറ്റഡ് പ്ലൂറിപൊട്ടൻറ്റ് സ്റ്റെം സെൽസ് 2 ടൈപ്പായിട്ട് ഫോം ചെയ്യും. വൺ ഇസ് കോളനി ഫോമിംഗ് യൂണിറ്റ് and the other one is lymphoid stem cell. Colony forming unit CFU എന്നും പറയും. അതേപോലെ തന്നെ അതിനെ മൈലോയിഡ് സ്റ്റെം സെൽ എന്നും പറയാറുണ്ട്. മൈലോയിഡ് സ്റ്റെം സെൽ എന്നും കൂടി അതിനെ പേര് പറയാറുണ്ട്. എനിവേ, ഇങ്ങനെ കമ്മിറ്റഡ് പ്ലൂറിപൊട്ടൻറ്റ് സ്റ്റെം സെൽ ഇങ്ങനെ 2 ടൈപ്പായിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. കോളനി ഫോമിംഗ് യൂണിറ്റ്, ദാറ്റ് ഇസ് CFU, ആൻഡ് ലിംഫോയിഡ് സ്റ്റെം സെൽ. അതിൽ ഈ കോളനി ഫോമിംഗ് യൂണിറ്റ് വീണ്ടും 3 ടൈപ്പായിട്ട് വരും. CFUE
colony forming unit of erythrocytes, then colony forming unit of granulocytes and monocytes, അതാണ് GM എന്ന് പറയുന്നത്, granulocytes and monocyte, and CFUM of megakaryocyte. megakaryocyte എന്ന് പറയുന്നത് പ്ലേറ്റ്ലെറ്റ്സിന് വേണ്ടിയിട്ടുള്ളതാണ്. ആൻഡ് ലിംഫോയിഡ് സ്റ്റെം സെൽ നിന്നും ഡെവലപ്പ് ചെയ്യുന്നത് ലിംഫോസൈറ്റ്സ് മാത്രമാണ്. അപ്പോൾ അവർക്ക് വേണ്ടി പ്രത്യേകമായിട്ടുള്ളൊരു സെൽ ലൈനാണ് വരുന്നത്. ബാക്കിയുള്ളത് വേറൊരു ടൈപ്പും. അപ്പോൾ നമ്മുടെ ബോഡിക്ക് ആ ഒരു സ്റ്റേജിൽ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു പെർട്ടിക്കുലർ സ്റ്റേജിൽ ഏത് സെല്ലാണോ ആവശ്യം അതിനനുസരിച്ച് ഈ ഒരു ചേഞ്ച് സംഭവിക്കുന്നു. സോ വാട്ട് ഹാപ്പൻസ് ഇസ്, ഇപ്പം നമ്മൾ പഠിക്കാൻ പോകുന്ന എറിത്രോപോയസിസ് ആണ്. അപ്പോൾ എന്ത് സംഭവിക്കും? എറിത്രോപോയസിനുള്ള സ്റ്റിമുലേഷൻ ബോൺ മാരോയ്ക്ക് കിട്ടുമ്പോൾ ഈ അൺകമ്മിറ്റഡ് പ്ലൂറിപൊട്ടൻറ്റ് സ്റ്റെം സെൽസ് കമ്മിറ്റഡ് പ്ലൂറിപൊട്ടൻറ്റ് സ്റ്റെം സെൽസ് ആയിട്ട് മാറും. ആൻഡ് ദി കമ്മിറ്റഡ് പ്ലൂറിപൊട്ടൻറ്റ് സ്റ്റെം സെൽസ് വിൽ ഫോം ദി CFUE, അതായത് കോളനി ഫോമിംഗ് യൂണിറ്റ് ഓഫ് എറിത്രോസൈറ്റ്സ്. ഇതിൽ നിന്നാണ് പിന്നെ ബാക്കി ആ ഒരു സ്റ്റേജസ് എല്ലാം പോയിട്ട് ഫൈനലി ഒരു മെച്യൂർ ആയിട്ടുള്ള RBC അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. നേരെ മറിച്ച് ഗ്രാനുലോസൈറ്റ്സ് ലൈക്ക് ന്യൂട്രോഫിൽ, ഈസ്നോഫിൽ, ബേസോഫിൽ അല്ലെങ്കിൽ മോണോസൈറ്റിന്റെ ഫോർമേഷൻ ആണെന്നുണ്ടെങ്കിൽ CFUGM ആയിട്ടാണ് അത് ഫോം ചെയ്യുക. എന്നിട്ട് അത് ആ ഒരു പെർട്ടിക്കുലർ ടൈപ്പ് ഓഫ് WBCസിലേക്ക് അത് ഫോം ചെയ്യുന്നു. ഇനി അതേസമയം പ്ലേറ്റ്ലെറ്റ്സ് ആണ് ആവശ്യം എന്നുണ്ടെങ്കിൽ അത് CFUM ആയിട്ട് ഫോം ചെയ്യും. മെഗാകാരിയോസൈറ്റ് എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ CFUM ആവും. അതിൽ നിന്നും നെക്സ്റ്റ് സ്റ്റേജസിലേക്ക് പോകും. ഇനി നേരെ മറിച്ച് ഇതൊന്നും അല്ല, ലിംഫോസൈറ്റ്സിൻ്റെ നെസസിറ്റിയാണ് ബോഡിയിലുള്ളതെന്നുണ്ടെങ്കിൽ കമ്മിറ്റഡ് പ്ലൂറിപൊട്ടൻറ്റ് സ്റ്റെം സെൽസ് വിൽ ഫോം ദി ലിംഫോയിഡ് സ്റ്റെം സെൽ. അതിൽ നിന്നും ലിംഫോസൈറ്റ്സ് ഡെവലപ്പ് ചെയ്യുന്നു. ഇതാണ് സ്റ്റേജസ് ഓഫ് ഹീമോപോയിസിസ് എന്ന് പറയുന്നത്. നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും പോകാനില്ല, ജസ്റ്റ് ഒരു ബ്രീഫ് ഇത് മാത്രം മതി, ഐഡിയ മാത്രം മതി. So, as I told before, CFUE forms erythrocytes, CFUGM forms granulocytes and monocytes, and CFUM forms platelets. അപ്പോൾ ഈ ഇടയിലുള്ള ഇങ്ങനത്തെ ഒരു ബാർ ഇട്ടിട്ടുള്ള ആരോ മാർക്ക് ഇട്ടതിൻ്റെ ഉദ്ദേശം ഇതിൻ്റെ ഇടയിൽ വേറെയും കുറേ സ്റ്റേജസ് വരുന്നുണ്ട് എന്നതാണ്. ഡയറക്റ്റ് ആയിട്ട് CFUE എറിത്രോസൈറ്റ്സ് ആവില്ല, അതിനിടയിൽ കുറച്ച് വേറെ സ്റ്റേജസ് വരുന്നുണ്ട്. അതിനെ പറ്റിയിട്ടാണ് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതാണ് ആ ഒരു മൊത്തം ഇപ്പം ഞാൻ പറഞ്ഞ ഹീമോപോയിസിസിൻ്റെ കംപ്ലീറ്റ് പിക്ചറാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഈ സെൽ എന്ന് പറയുന്നത് കമ്മിറ്റഡ് പ്ലൂറിപൊട്ടൻറ്റ് സ്റ്റെം സെല്ലാണ്. അത് മൈലോയിഡ് സെൽ ലൈനായിട്ടും മാറും, ലിംഫോയിഡ് സെൽ ലൈനായിട്ടും. ലിംഫോയിഡ് സെൽ ലൈനാണ് ഈ പറഞ്ഞ ലിംഫോബ്ലാസ്റ്റ് ആയിട്ട് മാറുന്നത്. മൈലോയിഡ് ആവുന്ന സമയത്ത് അത് എറിത്രോബ്ലാസ്റ്റ് ഫോർ RBC, മൈലോബ്ലാസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഇതിന് ഗ്രാനുലോസൈറ്റ്സ് ഫോം ചെയ്യാൻ, മോണോബ്ലാസ്റ്റ് എന്ന് പറയുന്നത് മോണോസൈറ്റ് ഫോം ചെയ്യാൻ, ആൻഡ് മെഗാകാരിയോബ്ലാസ്റ്റ് എന്ന് പറയുന്നത് ഫോർ പ്ലേറ്റ്ലെറ്റ്സ്. അപ്പോൾ ഇങ്ങനെ ഓരോ സെൽ ലൈനായിട്ട് ഫോം ചെയ്യും. അതിൽ നിന്നും ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള സെൽസ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യും. ദിസ് ഇസ് ഹൗ ഇറ്റ് ഹാപ്പൻസ്. ഈ പിക്ചറിലും സെയിം തന്നെയാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ആ പ്ലൂറിപൊട്ടൻറ്റ് ഹീമോപോയറ്റിക് സ്റ്റെം സെൽ ഇങ്ങനെ കോളനി ഫോമിംഗ് യൂണിറ്റും ലിംഫോയിഡ് സ്റ്റെം സെല്ലൊക്കെ ആയിട്ട് മാറുന്നു. സോ ഇതാണ് അതിൻ്റെ ഹീമോപോയിസിസിൻ്റെ കംപ്ലീറ്റ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. നമുക്കതിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ളത് അബൌട്ട് എറിത്രോപോയിസിസ് ആണ്, ആൻഡ് ഇറ്റ്സ് എൻ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്. സോ മൂവിങ് ഓൺ ടു എറിത്രോപോയിസിസ്. ആൻഡ് എറിത്രോപോയിസിസ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ദ formation, growth and maturation of RBCs. Okay, erythropoiesis is the formation, growth and maturation of RBCs, and normal duration എന്ന് പറയുന്നത് 7 days ആണ്. ഒരാഴ്ചത്തെ സമയമാണ് RBC പ്രൊഡക്ഷന് വേണ്ടിയിട്ട് എടുക്കുന്നത്. Then നമ്മൾ ആ സ്റ്റേജസിലേക്ക് പോകുന്നതിന് മുന്നേ ടു സേ അബൌട്ട് ദി സൈറ്റ്സ് ഓഫ് എറിത്രോപോയിസിസ്. സൈറ്റ്സ് എന്ന് പറഞ്ഞാൽ എവിടേക്കാണ് RBC ഫോം ചെയ്യുന്നത്? നമുക്കറിയാം ഇറ്റ് ഈസ് ഫോംഡ് ഇൻ ദി ബോൺ മാരോ. റെഡ് ബോൺ മാരോയിൽ നിന്നാണ് RBC പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പക്ഷേ ഈ ബോൺസ് എല്ലാതും ഇൻട്രായൂട്രൈൻ ലൈഫ്, അതായത് നമ്മളുടെ ഒരു ഫീറ്റൽ സ്റ്റേജിൽ, എംബ്രിയോണിക് സ്റ്റേജിൽ ബോൺസൊക്കെ ഫോം ചെയ്യുന്നത് കുറേ ലേറ്റ് ആയിട്ടാണ്. ലൈക്ക് ഒരു 7th month 8th month ഒക്കെ ആവുന്ന സമയത്താണ് ബോൺസ് ഒക്കെ വെൽ ഡെവലപ്ഡ് ആവുന്നതും ബോൺ മാരോ അതിനകത്ത് വരുന്നതൊക്കെ. അപ്പോൾ അതുവരെയുള്ള സമയം, ആ ബോൺ മാരോ ഉണ്ടാവുന്നത് വരെ RBC എവിടെ നിന്നൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നു, അതാണ് നമ്മൾ ഈ സൈറ്റ്സ് ഓഫ് എറിത്രോപോയിസിസിൽ പറയുന്നത്. സോ 2 പാർട്ടായിട്ട് നമ്മൾ ഇതിനെ പറയുന്നുണ്ട്. സൈറ്റ്സ് ഫീറ്റൽ ലൈഫിലുള്ള ഒരു സ്റ്റേജും പറയുന്നുണ്ട്, അതേപോലെ തന്നെ ആഫ്റ്റർ ബർത്ത്, ജനിച്ചതിന് ശേഷം ഉള്ള സ്റ്റേജസിന് ആ സൈറ്റ്സും കൂടിയും പറയുന്നുണ്ട്.
So in fetal life, RBC is produced from 3 areas. 3 ഏരിയാസിൽ നിന്നാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതിനെ 3 സ്റ്റേജസ് ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യാണ്. ഫസ്റ്റ് വൺ ഈസ് ദി മീസോബ്ലാസ്റ്റിക് സ്റ്റേജ്. മീസോബ്ലാസ്റ്റിക് സ്റ്റേജ് എന്ന് പറയുന്നത് ഇറ്റ് ടേക്സ് പ്ലേസ് ഇൻ ദി ഫസ്റ്റ് ട്രൈമസ്റ്റർ. ഫസ്റ്റ് ട്രൈമസ്റ്റർ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ 3 മാസം ആണ് ഫസ്റ്റ് ട്രൈമസ്റ്റർ എന്ന് പറയുന്നത്. ആൻഡ് ആ സ്റ്റേജിൽ RBCs ആർ പ്രൊഡ്യൂസ്ഡ് ഫ്രം ദി യോക്ക് സാക്ക്. അപ്പോൾ യോക്ക് സാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എംബ്രിയോയ്ക്കകത്ത് കാണുന്ന ഒരു ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ്. ഇപ്പം നമ്മൾ സാധാരണ നമ്മുടെ ഒരു മുട്ട എടുത്തു കഴിഞ്ഞാൽ ആ മുട്ടയ്ക്ക് പുറത്തൊരു വൈറ്റ് കളേർഡ് പാർട്ട് ഉണ്ട്, ദാറ്റ് ഇസ് കോൾഡ് ദി ആൽബുമിൻ. ആൻഡ് ഇന്നർ മോസ്റ്റ് ആയിട്ട് ഒരു യെല്ലോ കളേർഡ് പാർട്ട് ഉണ്ട്, ദാറ്റ് ഇസ് കോൾഡ് ദി യോക്ക്. ആ യോക്കിനകത്താണ് കംപ്ലീറ്റ് ന്യൂട്രിയൻസും അടങ്ങിയിരിക്കുന്നത്. ഇതേപോലെ തന്നെ നമ്മുടെ സൈഗോട്ടിനകത്തും ആ ഒരു ഫീറ്റസിനകത്തും ഈ പറഞ്ഞ ലെയേഴ്സ് ഉണ്ട്. 4 എംബ്രിയോണിക് ലെയേഴ്സൊക്കെ ഉണ്ട്. അതൊന്നും അത്രയൊന്നും ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല. അപ്പോൾ അതിനകത്ത് ഏറ്റവും ഇന്നർമോസ്റ്റ് ആയിട്ട് വരുന്ന ഒരു ലെയറാണ് യോക്ക് സാക്ക് എന്ന് പറയുന്നത്. ഈ ഇനീഷ്യലി പ്ലാസൻറ്റ ഡെവലപ്പ് ചെയ്യുന്നത് വരെയൊക്കെ, അല്ലെങ്കിൽ മദറും ആ കുട്ടിയും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് വന്ന് ബ്ലഡ് സർക്കുലേഷനിൽ കൂടെ ഡെവലപ്പിംഗ് ഫീറ്റസിന് ആ ഒരു ന്യൂട്രിയൻസ് കിട്ടുന്നത് വരെ ഈ യോക്ക് സാക്കിൽ നിന്നാണ് ആ ഫീറ്റസിന് ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസ് എല്ലാം അത് വലിച്ചെടുത്ത് ഡെവലപ്പ് ചെയ്യുന്നത്. സോ ആ സെയിം യോക്ക് സാക്കിൽ നിന്ന് തന്നെയാണ് ഫസ്റ്റ് 3 months, അതായത് ഫസ്റ്റ് ട്രൈമസ്റ്റർ സ്റ്റേജിൽ RBC പ്രൊഡക്ഷൻ നടക്കുന്നത്. അപ്പോൾ ആ സ്റ്റേജിന് നമ്മൾ മീസോബ്ലാസ്റ്റിക് സ്റ്റേജ് എന്ന് പറയുന്നു. ദെൻ കംസ് ദി ഹെപ്പാറ്റിക് സ്റ്റേജ്. അത് സെക്കൻഡ് ട്രൈമസ്റ്ററിലാണ്, അതായത് 4th month ടു ദി 7th month, 4ാമത്തെ മാസം മുതൽക്ക് 7ാമത്തെ മാസം വരെ വരുന്ന 3 മാസം ടൈമിൽ ആ സമയത്ത് RBCs ആർ പ്രൊഡ്യൂസ്ഡ് ഫ്രം ദി ലിവർ ആണ് മെയിനായിട്ട്. ലിവർ ആൻഡ് സ്പ്ലീൻ രണ്ടിൽ നിന്നും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ലിവറിൽ നിന്നും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, സ്പ്ലീനിൽ നിന്നും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു 2 ഭാഗത്തു നിന്നും പ്രൊഡ്യൂസ് ചെയ്യുന്നത് കാരണം ആ സ്റ്റേജിനെ ഹെപ്പാറ്റിക് സ്റ്റേജ് എന്ന് പറയുന്നു. ഹാപ്പൻസ് ഡ്യൂറിങ് ദി സെക്കൻഡ് ട്രൈമസ്റ്റർ. ആൻഡ് ദ തേർഡ് വൺ ഈസ് ദി മൈലോയിഡ് സ്റ്റേജ് ദാറ്റ് ടേക്സ് പ്ലേസ് ഇൻ ദി ലാസ്റ്റ് ട്രൈമസ്റ്റർ, അതായത് 7th month ഓൺവേർഡ്സ്. 7th month ഓൺവേർഡ്സ് പിന്നെ വരുന്നത് ഈ സ്റ്റേജിലാണ്, ഇൻ വിച്ച് RBCs ആർ പ്രൊഡ്യൂസ്ഡ് ഫ്രം ദി ബോൺ മാരോ, റെഡ് ബോൺ മാരോയിൽ നിന്നാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ 7th month തൊട്ടിട്ടാണ് RBC പ്രൊഡക്ഷൻ ബോൺ മാരോയിൽ നിന്ന് നടക്കുന്നത്. അതുവരയ്ക്കും ഇറ്റ് ഈസ് ഫ്രം ദി അതർ പാർട്സ് ഓഫ് ദി ബോഡി. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തെങ്കിലും കാരണവശാൽ നമ്മൾ ഇപ്പോൾ ജനിച്ചതിന് ശേഷം തന്നെ ത്രൂ ഔട്ട് അവർ ലൈഫ് എന്തെങ്കിലും കാരണവശാൽ ബോൺ മാരോന് എന്തെങ്കിലും ഒരു ഡാമേജ് സംഭവിച്ചാൽ ദ ലിവർ ആൻഡ് സ്പ്ലീൻ ഹാവ് ദി എബിലിറ്റി ടു പ്രൊഡ്യൂസ് RBCs. അപ്പം അങ്ങനെ ഒരു ഫങ്ഷൻ കൂടി അവർക്കുണ്ട്. അപ്പോൾ ബോൺ മാരോ അത് ഏറ്റെടുത്ത കാരണം പിന്നെ ലിവറിനും സ്പ്ലീനിനും അത് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. ബട്ട് എന്തെങ്കിലും കാരണവശാൽ ബോൺ മാരോന് ഡാമേജ് സംഭവിച്ചാൽ ദ ലിവർ ആൻഡ് സ്പ്ലീൻ ഹാവ് ദി എബിലിറ്റി ടു പ്രൊഡ്യൂസ് RBCs. അപ്പോൾ അത്തരത്തിലുള്ള ഒരു RBC പ്രൊഡക്ഷന് ബോൺ മാരോ അല്ലാതെ RBC ഈ ഒരു സ്ട്രക്ചേഴ്സ് RBC പ്രൊഡ്യൂസ് ചെയ്യുന്നതിനെ എക്സ്ട്രാ മെഡുല്ലറി എറിത്രോപോയിസിസ് എന്നും പറയും. എക്സ്ട്രാ മെഡുല്ലറി എറിത്രോപോയിസിസ്, അതാണ് അതിൻ്റെ പേര്. ഓക്കെ, എനിവേ ഫ്രം ദി 7th month ഓൺവേർഡ്സ് ദി റെഡ് ബോൺ മാരോ പ്രൊഡ്യൂസസ് RBC. അപ്പോൾ ഇതാണ് ഫീറ്റൽ സ്റ്റേജിൽ വരുന്ന കണ്ടീഷൻ. ദെൻ ആഫ്റ്റർ ബർത്ത്, ഇനി ആ 7th month മുതൽക്ക് പിന്നെ അവിടുന്ന് ബോൺ മാരോ തന്നെയാണ്. സോ ആഫ്റ്റർ ബർത്ത് ഓൾസോ RBC is produced from the bone marrow. റെഡ് ബോൺ മാരോയിൽ നിന്ന് മാത്രമാണ് RBC പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അല്ലാതെ വേറെ ഒരു ഭാഗത്തുനിന്നും RBC പിന്നെ പ്രൊഡ്യൂസ് ചെയ്യില്ല, പ്രൊവൈഡഡ് ബോൺ മാരോ ഇസ് നോട്ട് ഡാമേജ്ഡ്. ഓക്കെ, അപ്പോൾ ബോൺ മാരോ തന്നെ 2 തരമുണ്ട്, റെഡ് ബോൺ മാരോ ആൻഡ് യെല്ലോ ബോൺ മാരോ. അങ്ങനെ 2 തരമായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അതിൽ റെഡ് ബോൺ മാരോ ആണ് ശരിക്കും RBC പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആൻഡ് യെല്ലോ ബോൺ മാരോ എന്ന് പറയുന്നത് അഡിപ്പോസ് ടിഷ്യൂ, അതായത് ഫാറ്റ് ഡെപ്പോസിഷൻ നടന്നിട്ടുള്ള ബോൺ മാരോ ആണ്. ആൻഡ് ദാറ്റ് ഈസ് ടോട്ടലി നോൺ ഫങ്ഷണൽ, അത് ഫങ്ഷണൽ അല്ല. അതിൽ നിന്നും RBC ഒന്നും പ്രൊഡ്യൂസ് ചെയ്യില്ല. റെഡ് ബോൺ മാരോയിൽ നിന്ന് മാത്രമേ RBC പ്രൊഡ്യൂസ് ചെയ്യുള്ളൂ. സോ ഒരു 20 വയസ്സ് വരെ, അല്ലെങ്കിൽ ഒരു 18 to 20 years, അതാണ് നമ്മൾ അതിൻ്റെ ഒരു സ്റ്റേജ് പറയുന്നത്. 18 തൊട്ട് 20 വയസ്സ് വരെയുള്ള ആ ഒരു സമയത്തേക്ക് നമ്മുടെ ബോഡിയിലുള്ള എല്ലാ ബോൺസിനകത്തും, അല്ലെങ്കിൽ ഓൾമോസ്റ്റ് 95 to 97% ബോൺസ് ഹാവ്
റെഡ് ബോൺ മാരോ. 20 വയസ്സ് വരെയും എല്ലാ ബോൺസിനകത്തും റെഡ് ബോൺ മാരോ ആണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ RBC കൗണ്ട് കൂടുതലായിരിക്കും ആ ഒരു സ്റ്റേജിൽ. ഇപ്പോൾ കഴിഞ്ഞ ഒരു ഇതിൽ ഈ ഇൻക്രീസ് ഇൻ RBC കൗണ്ട് പറഞ്ഞപ്പോൾ ഇൻഫൻസിൽ RBC കൗണ്ട് കൂടുതലാണ്. അതിന് 2 റീസൺ ഉണ്ട്. ഒരു റീസൺ എന്ന് പറയുന്നത് എൻ്റെ മെറ്റബോളിക് ആക്ടിവിറ്റീസ് കൂടുന്നത് കൊണ്ടാണ് എന്ന് പറഞ്ഞു. മറ്റു റീസൺ വേറൊരു കോണ്ടെക്സ്റ്റിൽ ഞാൻ പറയാമെന്നും പറഞ്ഞിരുന്നു. ആ കോണ്ടെക്സ്റ്റാണ് ഇത്. അതായത് കുട്ടികളിലൊക്കെ എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് എല്ലാ റെഡ് ബോൺ മാരോ ആണ്, ബോഡിക്കകത്തുള്ള എല്ലാ ബോൺസിനകത്തും റെഡ് ബോൺ മാരോ ആണ്. അപ്പോൾ ഇവരുടെ എല്ലാവരുടെയും കൂടെയുള്ള കമ്പൈൻഡ് ആക്ഷൻ കൊണ്ട് എന്ത് സംഭവിക്കും? ഓഫ് കോഴ്സ് RBC പ്രൊഡക്ഷൻ വിൽ ബി ഇൻക്രീസ്ഡ്. അതുകൊണ്ട് തന്നെ RBC കൗണ്ടും ഇൻക്രീസ്ഡ് ആയിരിക്കും. സോ ദാറ്റ് ഈസ് ദ സെക്കൻഡ് റീസൺ ഫോർ ഇൻക്രീസ്ഡ് RBC കൗണ്ട് ഇൻ ഇൻഫൻസ് ആൻഡ് ഗ്രോയിങ് ചിൽഡ്രൻ. അപ്പോൾ 20 വയസ്സ് വരെയും റെഡ് ബോൺ മാരോ തന്നെയായിരിക്കും. പക്ഷേ 20 വയസ്സിന് ശേഷം if the red bone marrow will be seen only in a few bones. ബാക്കി എല്ലാത്തിനകത്തും അഡിപ്പോസ് ടിഷ്യൂ വന്ന് ഡെപ്പോസിറ്റ് ചെയ്ത് യെല്ലോ ബോൺ മാരോ ആയിട്ട് അത് കൺവേർട്ട് ആവും. അപ്പോൾ അത് ഏതൊക്കെ ബോൺസിലാണ് റെഡ് ബോൺ മാരോ കാണുന്നത്? ഇറ്റ് ഇസ് കൺഫൈൻഡ് ടു ദി ആക്സിയൽ സ്കെലട്ടൺ ലൈക്ക് സ്കൾ, വെർട്ടിബ്രേ, സ്റ്റേർണം, റിബ്സ്, sacrum and pelvic bones, and proximal ends of long bones like humerus, femur and tibia. അപ്പോൾ 20 വയസ്സിന് ശേഷം ഈ പറഞ്ഞ ഏരിയാസിൽ മാത്രം ആണ് RBC പ്രൊഡക്ഷൻ നടക്കുന്നത്, അല്ലെങ്കിൽ റെഡ് ബോൺ മാരോ കാണുന്നത്. ബാക്കി എല്ലാത്തിലും റെഡ് ബോൺ മാരോ മാറി അത് യെല്ലോ ബോൺ മാരോ ആയിട്ട് മാറിയിട്ടുണ്ടാവും. ഓക്കെ, സോ ദിസ് മച്ച് അബൌട്ട് ദി സൈറ്റ്സ് ഓഫ് എറിത്രോപോയിസിസ്. Then comes the stages of erythropoiesis. അപ്പം ഇനി നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോവാണ്. സ്റ്റേജസ് ഓഫ് എറിത്രോപോയിസിസ്. അപ്പോൾ ആദ്യം നേരത്തെ പറഞ്ഞ പോലെ അൺകമ്മിറ്റഡ് പ്ലൂറിപൊട്ടൻറ്റ് സ്റ്റെം സെൽസ് വരുന്നു. അവിടെ നിന്നും കമ്മിറ്റഡ് പ്ലൂറിപൊട്ടൻറ്റ് സ്റ്റെം സെൽ വന്നതിന് ശേഷം കോളനി ഫോമിംഗ് യൂണിറ്റ് ഓഫ് എറിത്രോസൈറ്റ്സ് ഫോം ചെയ്യുന്നു. ഈ കോളനി ഫോമിംഗ് യൂണിറ്റ് ഓഫ് എറിത്രോസൈറ്റ്സ് പിന്നെ ഫോം ചെയ്യുന്ന നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് പ്രോ എറിത്രോബ്ലാസ്റ്റ്. അതാണ് നെക്സ്റ്റ് സ്റ്റേജ് വരുന്നത്. പ്രോ എറിത്രോബ്ലാസ്റ്റ് വിൽ ഗെറ്റ് കൺവേർട്ടഡ് ഇൻ ടു early normoblast, which forms the intermediate normoblast, then late normoblast, reticulocyte, and finally RBCs. അപ്പോൾ ഇതാണ് സ്റ്റേജസ് ഓഫ് എറിത്രോപോയിസിസ് എന്ന് പറയുന്നത്. അൺകമ്മിറ്റഡ് പ്ലൂറിപൊട്ടൻറ്റ് സ്റ്റെം സെൽസ്, then forms the committed pluripotent stem cells, colony forming unit of erythrocyte, then pro erythroblast, early normoblast, intermediate normoblast, late normoblast, reticulocyte and RBCs. ഇതാണ് അതിൻ്റെ ആ ഒരു സ്റ്റേജ് വൈസ് ആയിട്ട് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് ഈ ഓരോ സ്റ്റേജിലും മെയിനായിട്ട് നമ്മൾ പറയുന്ന ഒരു 2-3 പോയിന്റ്സ് ഉണ്ട്, 4 പോയിന്റ്സ് ഉണ്ട്. ഓക്കെ, അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഓരോ സ്റ്റേജും പറയുന്നത്. എന്തൊക്കെയാണ് ആ മെയിൻ പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ, ഒന്ന് അതിൻ്റെ ന്യൂക്ലിയസിൻ്റെ സൈസ്. ഓക്കെ, വി നോ ദാറ്റ് RBCs ആർ നോൺ ന്യൂക്ലിയേറ്റഡ് അല്ലേ, ബട്ട് ഇനീഷ്യൽ സ്റ്റേജസിൽ, അതായത് അതിൻ്റെ ഒരു ആദ്യത്തെ ഭാഗങ്ങളിലൊക്കെ വരുമ്പോൾ RBCs ആർ ന്യൂക്ലിയേറ്റഡ്.
that is immature RBCs are nucleated. ഒരു പെർട്ടിക്കുലർ സ്റ്റേജ് എത്തുമ്പോൾ ആ ന്യൂക്ലിയസ് ഒക്കെ ഇജക്റ്റ് ആയി പുറത്തേക്ക് പോകും. അതൊക്കെ നമ്മൾ പറയുന്നുണ്ട് ഇതിനകത്ത്. അപ്പോൾ ഈ ഓരോ സ്റ്റേജിലും നമ്മൾ സ്ട്രെസ് ചെയ്യേണ്ട 4 പോയിന്റ്സ് ആണ് വരുന്നത്. ഒന്ന് ആ ന്യൂക്ലിയസിൻ്റെ പൊസിഷൻ, ന്യൂക്ലിയസിൻ്റെ സൈസും കാര്യങ്ങളും. മറ്റതൊന്ന് ആ സെൽ ഡയമീറ്ററിൽ വേരിയേഷൻസ് വരുന്നത്. ആൻഡ് നോർമൽ RBCയുടെ ഡയമീറ്റർ എന്ന് പറയുന്നത് 7.2 to 7.5 മൈക്രോൺസ് ആണ്, മൈക്രോമീറ്റേഴ്സ് ആണ്. അപ്പോൾ ആ ഒരു വാല്യൂ അല്ല, അല്ലെങ്കിൽ ആ ഒരു സൈസ് അല്ല സാധാരണ RBC മറ്റേ പ്രീവിയസ് സ്റ്റേജസിലൊക്കെ കാണുന്നത്. അപ്പോൾ ആ സൈസിൽ വരുന്ന വേരിയേഷൻസ്, അതാണ് സെക്കൻഡ് പോയിന്റ്. തേർഡ് പോയിന്റ് എന്ന് പറയുന്നത് അതിൻ്റെ സൈറ്റോപ്ലാസത്തിന് വരുന്ന ചേഞ്ചസ്. ആൻഡ് ഫോർത്ത് പോയിന്റ് എന്ന് പറയുന്നത് അതിനകത്തുള്ള ഹീമോഗ്ലോബിൻ്റെ കണ്ടന്റ്. അപ്പോൾ ഈ 4 പോയിന്റ്സിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഓരോ സ്റ്റേജസും പറയുന്നത്. ഓക്കെ, so first to say about the pluripotent stem cell. Uncommitted pluripotent hemopoietic stem cells എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ cells that can give rise to all types of blood cells. blood cells മാത്രമേ പറ്റുള്ളൂ, but any type of blood cell നമ്മുടെ ആവശ്യത്തിനനുസരിച്ച്. It forms the committed hemopoietic stem cells, cells that are restricted to give rise to a particular type of blood cell. They have a well-defined nucleus and very large in size. ഇതാണ് ഒരു പ്ലൂറിപൊട്ടൻറ്റ് സ്റ്റെം സെല്ലിൻ്റെ സൈസ്. ഇത്രയും വലുതായിരിക്കും, നല്ല വലിയ സെല്ലായിരിക്കും. ലൈക്ക് 25 to 30 മൈക്രോമീറ്റേഴ്സ് ആണ് ഇതിൻ്റെ ഡയമീറ്റർ ഒക്കെ വരുന്നത്. നമുക്കറിയാം നമ്മുടെ നോർമൽ RBC എന്ന് പറഞ്ഞാൽ 7.2 to 7.5 മൈക്രോമീറ്റേഴ്സ് ആണ്. അപ്പോൾ 25-ൽ നിന്നും അത് 7.5-ലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ എത്ര സ്റ്റേജസ് അത് കവർ ചെയ്യണം എന്നുള്ളതെന്ന് ആലോചിച്ചാൽ മതി. അതൊക്കെയാണ് നമ്മൾ ഇതിനകത്ത് പറയാൻ പോകുന്നത്. സോ കോളനി ഫോമിംഗ് യൂണിറ്റ് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് പ്രോ എറിത്രോബ്ലാസ്റ്റ് ഓർ പ്രോ നോർമോബ്ലാസ്റ്റ് ആണ്. അപ്പോൾ ഈ സ്റ്റേജിൻ്റെ പ്രത്യേകതകൾ, അല്ലെങ്കിൽ ഇതിനകത്തുള്ള സെൽസിൻ്റെ പ്രത്യേകതകൾ: ഇറ്റ് ഈസ് വെരി ലാർജ് ഇൻ സൈസ് വിത്ത് എ ഡയമീറ്റർ ഓഫ് 20 മൈക്രോമീറ്റേഴ്സ് ഓർ മൈക്രോൺസ്. ആ മൈക്രോമീറ്ററിൻ്റെ സിമ്പിളാണ് ആ ഒരു മ്യൂ എന്നുള്ള ഒരു റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. സോ ലാർജ് ഇൻ സൈസ് വിത്ത് എ ഡയമീറ്റർ ഓഫ് 20 മൈക്രോമീറ്റേഴ്സ് ഓർ മൈക്രോൺസ്. Scanty and deep blue cytoplasm with basophilic nature due to high content of RNA associated with active protein synthesis. അപ്പോൾ സൈറ്റോപ്ലാസം ബേസോഫിലിക് നേച്ചറാണ്, ബേസിക് ആണ്, അതുകൊണ്ട് തന്നെ ഡീപ്പ് ബ്ലൂ കളറായിരിക്കും ഉണ്ടാവുക. ആൻഡ് വേറൊരു പെക്യുലാരിറ്റി എന്ന് പറയുന്നത് ഈ സെല്ലിനകത്ത് അല്ലെങ്കിൽ ഈ ഒരു സ്റ്റേജിനകത്ത് very large nucleus is present, which is centrally located with a fine reticular network and numerous nucleoli. അത് മാത്രമല്ല, the size of nucleus is almost same as the size of the cell. ആ സെല്ലിന് എത്ര വലിപ്പമുണ്ടോ അത്രയും തന്നെ സൈസുള്ള ന്യൂക്ലിയസ് ആണ് അതിനകത്ത് കാണുന്നത്. ആ ന്യൂക്ലിയസിനകത്ത് വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള DNA എല്ലാം പ്രസൻ്റ് ആണ്. അപ്പോൾ ആ DNA RNA ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെയാണ് സൈറ്റോപ്ലാസം ബേസോഫിലിക് നേച്ചർ കാണിക്കുന്നത്. Synthesis of hemoglobin begins, but it doesn't appear in the cytoplasm. ഹീമോഗ്ലോബിൻ്റെ സിന്തസിസ് സ്റ്റാർട്ട് ചെയ്യും എവിടെ? ന്യൂക്ലിയസിനകത്ത് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ അത് സൈറ്റോപ്ലാസത്തിലേക്ക് വന്നു തുടങ്ങില്ല. അത് ജസ്റ്റ് അതിനകത്ത് ഇങ്ങനെ റെഡി ആയിക്കൊണ്ട് ഇരിക്കുന്നതേ ഉണ്ടാവുള്ളൂ. ഓക്കെ, സോ ദീസ് ആർ ദി മെയിൻ പോയിന്റ്സ്. ആൻഡ് ദിസ് സെൽ, അതായത് പ്രോ എറിത്രോബ്ലാസ്റ്റ് എന്ന് പറയുന്ന സെൽ അണ്ടർഗോസ് ആക്റ്റീവ് മൈറ്റോസിസ് ആൻഡ് ഫോംസ് ദി നെക്സ്റ്റ് സെൽ സ്റ്റേജ്. അപ്പോൾ ഈ സ്റ്റേജിൻ്റെ പ്രത്യേകതകൾ ഇതൊക്കെയാണ്. സൈസ് വളരെ കൂടുതലാണ്, വിത്ത് ഡയമീറ്റർ ഓഫ് 20 മൈക്രോൺസ്. അത്രയും തന്നെ വലുപ്പമുള്ള ന്യൂക്ലിയസ് ആണ് കാണുന്നത്. സൈറ്റോപ്ലാസം ഇസ് ബേസോഫിലിക് ഇൻ നേച്ചർ വിത്ത് ഡീപ്പ് ബ്ലൂ കളർ. പിന്നെ അതിനകത്ത് പ്രോട്ടീൻ സിന്തസിസ് എല്ലാം ഉണ്ട്. Synthesis of hemoglobin begins, but it doesn't appear in the cytoplasm, and this stage undergoes active mitosis and forms the next cell stage. The next cell stage is early or basophilic normoblast. അപ്പോൾ ഈ സ്റ്റേജിൽ എന്ത് സംഭവിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് തിങ് അതിൻ്റെ സൈസ് ഡിക്രീസ് ചെയ്യുന്നു, സ്മോളർ ദാൻ ദി പ്രോ എറിത്രോബ്ലാസ്റ്റ് സ്റ്റേജ് വിത്ത് എ ഡയമീറ്റർ ഓഫ് 15 to 17 മൈക്രോൺസ്. നേരത്തെ 20 മൈക്രോൺസ് ഉണ്ടായിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ അത് 15 to 17 മൈക്രോൺസ് ആയിട്ട് സൈസ് ഡിക്രീസ് ചെയ്തു. സ്കാൻറ്റി ആൻഡ് ബേസോഫിലിക് സൈറ്റോപ്ലാസം തന്നെയാണ് ഇവിടെയും വരുന്നത്. സൈറ്റോപ്ലാസത്തിൻ്റെ ബേസിക് നേച്ചറിന് വ്യത്യാസമൊന്നും വന്നിട്ടില്ല. Nucleus is smaller compared to the earlier stage
and nucleoli have disappeared. അപ്പോൾ ന്യൂക്ലിയസ് സൈസ് കുറഞ്ഞു തുടങ്ങി. ആദ്യം നല്ല സൈസ് ഉണ്ടായിരുന്നു, ഇപ്പോൾ സൈസ് കുറഞ്ഞു വരുന്നു. മൈറ്റോസിസ് ഇസ് സ്റ്റിൽ ആക്റ്റീവ്. ഹീമോഗ്ലോബിൻ ഇപ്പോഴും സൈറ്റോപ്ലാസത്തിനകത്ത് ആബ്സെൻ്റ് ആണ്. ഹീമോഗ്ലോബിൻ ഇസ് സ്റ്റിൽ ആബ്സെൻറ്റ് ഇൻ ദി സൈറ്റോപ്ലാസം. സിന്തസിസ് നടക്കുന്നുണ്ട്, പക്ഷേ സൈറ്റോപ്ലാസത്തിൽ അതിൻ്റെ പ്രസൻസ് ഇപ്പോഴും ഇല്ല. Okay, so these are the main stages in early or basophilic normoblast, and it undergoes active mitosis and forms the next cell stage. The next cell stage is intermediate or polychromatic normoblast. ഈ സ്റ്റേജിൽ വീണ്ടും സൈസ് കുറഞ്ഞു, സ്മോളർ ദാൻ ദി പ്രീവിയസ് സ്റ്റേജ് വിത്ത് എ ഡയമീറ്റർ ഓഫ് 10 to 14 മൈക്രോൺസ്. ഓക്കെ, വീണ്ടും കുറഞ്ഞു. നേരത്തെ നമ്മൾ 15 to 17 ആയിരുന്നു പറഞ്ഞിരുന്നത്, ഇവിടെ 10 to 14 മൈക്രോൺസ് ആയിട്ട് കുറഞ്ഞു. സൈറ്റോപ്ലാസം ബിക്കംസ് പോളിക്രോമാറ്റിക്, അതായത് ഇറ്റ് ഷോസ് ബോത്ത് എസിഡോഫിലിക് ആൻഡ് ബേസോഫിലിക് നേച്ചേഴ്സ്. അതുകൊണ്ടാണ് അതിനെ പോളിക്രോമാറ്റിക് നോർമോബ്ലാസ്റ്റ് എന്ന് പറയുന്നത്. അതായത് ആസിഡ് ഫീച്ചേഴ്സും കാണിക്കും, ബേസിക് ഫീച്ചേഴ്സും കാണിക്കും. ഇനി എന്താണ് ഈ ആസിഡ് ആൻഡ് ബേസിക് ഫീച്ചേഴ്സ് കാണിക്കാനുള്ളതിൻ്റെ റീസൺ എന്നുള്ളതും പറയാം. അതിനു മുന്നേ കണ്ടൻസേഷൻ ഓഫ് ന്യൂക്ലിയസ് നടക്കും. ദാറ്റ് ഇസ് ന്യൂക്ലിയസിൻ്റെ സൈസ് വീണ്ടും കുറഞ്ഞു വരാൻ തുടങ്ങും. ആൻഡ് ദ റീസൺ ഫോർ ദി എസിഡോഫിലിക് ആൻഡ് ബേസോഫിലിക് നേച്ചർ ഓഫ് സൈറ്റോപ്ലാസം ഈസ് ദി പ്രസൻസ് ഓഫ് ഹീമോഗ്ലോബിൻ ഇൻ ദി സൈറ്റോപ്ലാസം. ഓക്കെ, സൈറ്റോപ്ലാസത്തിൽ ഹീമോഗ്ലോബിൻ ഇപ്പോഴാണ് വന്നു തുടങ്ങിയത്. ഇതിന് മുന്നത്തെ 2 സ്റ്റേജിലും സിന്തസിസ് നടക്കുന്നുണ്ടെന്നുണ്ടെങ്കിലും അത് സൈറ്റോപ്ലാസത്തിൽ കണ്ടിരുന്നില്ല. ഈ സ്റ്റേജിലാണ് സൈറ്റോപ്ലാസത്തിലേക്ക് ഹീമോഗ്ലോബിൻ വരാൻ തുടങ്ങുന്നത്. ആസ് ഇറ്റ് കംസ് ഔട്ട്, ദ സൈറ്റോപ്ലാസം സ്റ്റാർട്ട്സ് ടു ബിക്കം അസിഡിക്. അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് ഹീമോഗ്ലോബിൻ ഉള്ളത് കാരണം കുറച്ച് എസിഡോഫിലിക് നേച്ചർ ഉണ്ട്, പിന്നെ ബേസോഫിലിക് നേച്ചർ രണ്ടും കാണിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇതിനെ പോളിക്രോമാറ്റിക് നോർമോബ്ലാസ്റ്റ് എന്ന് പറയുന്നത്. ദ സെൽ ഓൾസോ undergoes mitosis and forms the next cell stage. അപ്പോൾ ഈ സ്റ്റേജിൽ ഇതൊക്കെയാണ് ഇതിൻ്റെ മെയിൻ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. ദ നെക്സ്റ്റ് സെൽ സ്റ്റേജസ് ലേറ്റ് നോർമോബ്ലാസ്റ്റ്, അതിനല്ലെങ്കിൽ ഓർത്തോക്രോമിക് നോർമോബ്ലാസ്റ്റ് എന്നും പറയാറുണ്ട്. എനിവേ, ഈ സെൽ സ്റ്റേജിൽ കുറച്ച് പ്രത്യേകതകൾ വരുന്നുണ്ട്. ഇതിനകത്ത് വീണ്ടും സൈസ് ഡിക്രീസ് ചെയ്തു. ഇറ്റ് റീച്ച്ഡ് 8 to 10 മൈക്രോൺസ്, അത്രയുമായി സൈസ് ആ ഒരു ലെവലിലേക്ക് എത്തി. അപ്പോൾ ഏകദേശം നമ്മുടെ ഒരു നോർമൽ RBCയുടെ സൈസിലേക്ക് എത്തി തുടങ്ങി. പിന്നെ സൈറ്റോപ്ലാസമസ് പ്യോർലി എസിഡോഫിലിക്, കാരണം ഈ സ്റ്റേജ് ആകുമ്പോഴേക്കും ഹീമോഗ്ലോബിൻ്റെ സിന്തസിസ് ഒക്കെ മാക്സിമം നടന്ന് സൈറ്റോപ്ലാസത്തിലും മാക്സിമം ഹീമോഗ്ലോബിൻ എത്തിയിട്ടുണ്ടാവും. സോ ഇറ്റ് ബിക്കംസ് എസിഡോഫിലിക് ആൻഡ് സോ ദ സ്റ്റേജ് ഇസ് കോൾഡ് ഓർത്തോക്രോമിക് നോർമോബ്ലാസ്റ്റ്. ന്യൂക്ലിയസ് ഇസ് സ്മോൾ ആൻഡ് ബൈ ദി എൻഡ് ഓഫ് ദി സ്റ്റേജ് it disappears, which is called pycnosis. But nucleus is small എന്ന് പറയുമ്പോൾ ഇങ്ക് സ്പോട്ട് ന്യൂക്ലിയസ് എന്നാണ് അതിനെ പറയുന്നത്. INK, ഇങ്ക് സ്പോട്ട് ന്യൂക്ലിയസ് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ സാധാരണ ബോൾ പോയിന്റ് പെൻസ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ആ പെന്ന് വെച്ച് എഴുതുമ്പോൾ ചില സമയത്ത് ആ പെന്നിൻ്റെ അറ്റത്ത് ഈ മഷി ഇങ്ങനെ കട്ടിപിടിക്കും. അപ്പം നമ്മൾ എന്താ ചെയ്യുക, നമ്മുടെ ബുക്കിൻ്റെ ബാക്കിലോ അല്ലെങ്കിൽ എവിടെയാണോ നമുക്ക് കിട്ടിയത് അവിടെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇതിനെ ഒന്ന് പ്രസ് ചെയ്ത് വെച്ചിട്ട് ആ മഷി എക്സ്ട്രാ വരുന്നതൊക്കെ മായ്ച്ച് കളഞ്ഞിട്ടാണ് നമ്മൾ എഴുതാൻ തുടങ്ങുന്നത്, അല്ലേ? അപ്പോൾ ആ ഒരു പുറത്ത് നിൽക്കുന്ന എക്സസ് ആയിട്ടുള്ള ആ ഒരു ഇങ്ക് നമ്മൾ എവിടെയെങ്കിലും കൊണ്ട് കുത്തിക്കഴിഞ്ഞാൽ ഒരു ചെറിയൊരു സ്പോട്ട് അവിടെ വരും. അത്രയും സ്പോട്ട് സൈസുള്ള ന്യൂക്ലിയസ് ആണ് ഈ ഒരു സ്റ്റേജിൽ കാണുന്നത്. അതുകൊണ്ടാണ് അതിനെ ഇങ്ക് സ്പോട്ട് ന്യൂക്ലിയസ് എന്ന് പറയുന്നത്. എന്നിട്ട് ഈ ഒരു സ്റ്റേജ്, ഈ ലേറ്റ് നോർമോബ്ലാസ്റ്റ് എന്ന് പറയുന്ന സ്റ്റേജ്, ആദ്യം ന്യൂക്ലിയസ് ചെറുതായിട്ട് അത്രയും സൈസിലേക്ക് എത്തും. അതിനുശേഷം നമ്മളിപ്പോൾ ഈ സീഡ്ലെസ് ആയിട്ടുള്ള മുന്തിരിങ്ങ, സീഡുള്ള കുരുവുള്ള മുന്തിരിങ്ങ കഴിക്കുമ്പോൾ എന്ത് ചെയ്യും, അതിനകത്തുള്ള ആ ഒരു കുരുവിനെ ഫൂന്നും പറഞ്ഞ് തുപ്പിക്കളയും, അല്ലേ? അപ്പം അതേപോലെ തന്നെ ഈ കുഞ്ഞിതായിട്ടുള്ള വന്നിട്ടുള്ള ന്യൂക്ലിയസിനെ ഈ സ്റ്റേജിൻ്റെ ഈ ഒരു ലേറ്റ് നോർമോബ്ലാസ്റ്റ് എന്ന് പറയുന്ന സ്റ്റേജിൻ്റെ എൻഡ് ആകുമ്പോഴത്തേക്കും അതിനെ പുറത്തേക്ക് തുപ്പിക്കളയും. ആൻഡ് ദാറ്റ് പ്രോസസ് ഈസ് കോൾഡ് pycnosis. Okay, then hemoglobin synthesis continues and increases in amount. അതുകൊണ്ടാണ് ഈ സ്റ്റേജിൽ സൈറ്റോപ്ലാസം എസിഡോഫിലിക് ആയിട്ട് മാറുന്നത്. ആൻഡ് മൈറ്റോസിസ് സ്റ്റോപ്സ് ഇൻ ദിസ് സ്റ്റേജ്. അപ്പോൾ ഈ ഒരു സ്റ്റേജോട് കൂടിയിട്ട് മൈറ്റോസിസ് കംപ്ലീറ്റ് ആവും. അത് കംപ്ലീറ്റ് ആയിട്ടും സ്റ്റോപ്പ് ആവുകയും ചെയ്യും. പിന്നെ ഈ ഫോം ചെയ്തിട്ടുള്ള സെല്ലിൽ നിന്നുള്ള ഫെർദർ ഡെവലപ്മെൻ്റ് ആണ് നടക്കുന്നത്. ആ സെല്ലിന് ഫെർദർ ഡെവലപ്മെൻ്റ് ആണ്, അല്ലാതെ
സെല്ല് പിന്നെ വീണ്ടും ഡിവൈഡ് ചെയ്ത് വരുന്നില്ല. The next cell stage is called reticulocyte. Reticulocyte എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ they are also called immature RBCs or erythrocytes. അതിൻ്റെ ഒരു ഇമ്മച്യൂർ സ്റ്റേറ്റ് ആണ്. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂക്ലിയസ് പുറത്തേക്ക് പോയി പിന്നെ RBC അതിൻ്റെ ഒരു നോർമൽ ഷേപ്പിലേക്കൊക്കെ സൈസിലേക്കൊക്കെ എത്തി തുടങ്ങുകയും ചെയ്തു. ഇവിടുത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ it is slightly larger than the erythrocytes with a diameter of 7.5 to 8 microns. അത്രയുമാണ് അതിൻ്റെ ഡയമീറ്റർ വരുന്നത്. പിന്നെ ഓൾമോസ്റ്റ് ഇതിനൊരു ബൈക്കോൺകേവ് ഷേപ്പും ഒക്കെ എത്താൻ തുടങ്ങും. പിന്നെ സൈറ്റോപ്ലാസം കണ്ടെയ്ൻ സ്മോൾ എമൗണ്ട്സ് ഓഫ് RNA ഇൻ ദ ഫോം ഓഫ് റെറ്റിക്കുലം. റെറ്റിക്കുലം എന്ന് പറയുന്ന ഒരു നെറ്റ്വർക്ക് ആണ്. അപ്പോൾ അതിനകത്ത് നേരത്തെ നമ്മൾ പറഞ്ഞു പ്രോട്ടീൻ സിന്തസിസ് ഒക്കെ നടക്കണ കാരണം RNA ഒക്കെ അതിനകത്ത് ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. സോ ഈ ഒരു സ്റ്റേജ് എത്തുമ്പോഴേക്കും RNA ഒക്കെ ഡിഗ്രേഡ് ചെയ്ത് ന്യൂക്ലിയസോ പോയി, അപ്പോൾ പിന്നെ ബാക്കി നിൽക്കുന്ന RNA എല്ലാം ഡിഗ്രേഡ് ചെയ്യും. അവരൊരു ചെറിയൊരു നെറ്റ്വർക്ക് പോലെ ഇങ്ങനെ ഫോം ചെയ്യും. അപ്പോൾ അങ്ങനത്തെ സ്മോൾ എമൗണ്ട്സിൽ ആ നെറ്റ്വർക്ക് കിടക്കുന്നത് കാരണമാണ് ഈ സ്റ്റേജിനെ റെറ്റിക്കുലോസൈറ്റ് എന്ന് പറയുന്നത്. ന്യൂക്ലിയസ് ആൻഡ് മൈറ്റോസിസ് ആർ ആബ്സെൻറ്റ്. അപ്പോൾ ഈ സ്റ്റേജിൽ അതൊന്നും ഉണ്ടായിരിക്കില്ല, എല്ലാതും അതിന് നോർമൽ ലെവലിലേക്കൊക്കെ എത്തിയിട്ടുണ്ടാവും. ആൻഡ് ഫൈനലി റെറ്റിക്കുലോസൈറ്റ്സ് ഗെറ്റ് കൺവേർട്ടഡ് ഇൻ ടു ദി മെച്യൂർ mature RBC എന്ന് പറയുമ്പോൾ ഇറ്റ്സ് വിത്ത് നോർമൽ സൈസ് ദാറ്റ് ഇസ് 7.2 to 7.5 microns or micrometers in diameter, normal hemoglobin content with acidophilic cytoplasm, biconcave shape and non-nucleated. അങ്ങനെയായിട്ടുള്ള നോർമൽ എറിത്രോസൈറ്റ് ആയിട്ട് അത് കൺവേർട്ട് ആവും. അപ്പോൾ ഇതാണ് വേരിയസ് സ്റ്റേജസ് ഓഫ് എറിത്രോപോയിസിസ്. ഇനി ഈ പിക്ചറിൽ കമ്പൈൻഡ് ആയിട്ട് എല്ലാ സ്റ്റേജും കൂടെ ഒരുമിച്ച് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഏറ്റവും ആദ്യം ആ ഒരു പ്രോ എറിത്രോബ്ലാസ്റ്റ് സ്റ്റേജ് ആണ്. പ്രോ എറിത്രോബ്ലാസ്റ്റ് സ്റ്റേജ് എന്ന് പറയുമ്പോൾ എക്സ്ട്രീംലി ലാർജ് സൈസ് ആണ് വിത്ത് ഡയമീറ്റർ ഓഫ് 20 microns. അത്രയും തന്നെ വലിപ്പമുള്ളൊരു ന്യൂക്ലിയസും എല്ലാം പ്രസന്റ് ആണ്. ആൻഡ് ബ്ലൂയിഷ് കളറാണ് അതിൻ്റെ സൈറ്റോപ്ലാസം. അത് പിന്നെ ബേസോഫിലിക് എറിത്രോബ്ലാസ്റ്റ് ആയിട്ട് മാറും. എന്ന് പറയുമ്പോൾ അതിൻ്റെ സൈസ് കുറച്ച് കുറയും, ന്യൂക്ലിയസിൻ്റെ സൈസും കുറയും. സ്റ്റിൽ ഇറ്റ് ഇസ് ബ്ലൂയിഷ് ഇൻ കളർ, ബേസോഫിലിക് തന്നെയാണ്. അത് കഴിഞ്ഞ് ഹീമോഗ്ലോബിൻ പതുക്കെ വരാൻ തുടങ്ങുമ്പോഴേക്കും അതിൻ്റെ കളർ എന്ന് പറയുന്നത് ഒരു ലൈറ്റ് പിങ്കും അല്ല ബ്ലൂ അല്ല, അല്ലെങ്കിൽ ഒരു റെഡിഷ് ബ്ലൂ എന്ന് വേണമെങ്കിൽ പറയാം. രണ്ടിനെയും കൂടിയിട്ടൊരു മിക്സ്, അങ്ങനത്തെ ഒരു കളറാണ് വരുന്നത്. പിന്നെ അതിൻ്റെ ന്യൂക്ലിയസും ചെറുതായിട്ടുണ്ട്, സൈസും കുറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറയുമ്പോൾ അവിടെ ഹീമോഗ്ലോബിൻ സിന്തസിസ് മാക്സിമത്തിലൊക്കെ ആയി തുടങ്ങി. അതുകൊണ്ട് തന്നെ സെല്ലിന് റെഡിഷ് കളർ തന്നെ ആയി തുടങ്ങി. അത് മാത്രമല്ല ന്യൂക്ലിയസ് ആദ്യം വളരെ ചെറുതായിരിക്കും, അതിനുശേഷം ആ ന്യൂക്ലിയസ് പുറത്തേക്ക് ഇജക്ട് ചെയ്ത് പോകുന്നതാണ് ഈ ഒരു പിക്ചറിൽ കാണിച്ചിരിക്കുന്നത്. അത് ഇജക്ട് ചെയ്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് റെറ്റിക്കുലോസൈറ്റ് ആണ്. റെറ്റിക്കുലോസൈറ്റ് പിന്നെ എറിത്രോസൈറ്റ് ആയിട്ട് മാറുന്നു. ഇതാണ് എല്ലാ സ്റ്റേജസും കൂടെ ഒരുമിച്ച് കാണിച്ചിരിക്കുന്നത്. ഈ പിക്ചറിലും അതേ സെയിം തന്നെ. ഏറ്റവും ആദ്യം പ്രോ എറിത്രോബ്ലാസ്റ്റ്, ദെൻ ഏർലി നോർമോബ്ലാസ്റ്റ്, ഇന്റർമീഡിയറ്റ് നോർമോബ്ലാസ്റ്റ്, ലേറ്റ് നോർമോബ്ലാസ്റ്റ്. ലേറ്റ് നോർമോബ്ലാസ്റ്റിൽ ആ ന്യൂക്ലിയസിനെ പുറത്തേക്ക് ഇജക്ട് ചെയ്യുന്നു. അതിനുശേഷം റെറ്റിക്കുലോസൈറ്റ് ആൻഡ് ഫൈനലി എറിത്രോസൈറ്റ്. സോ ദീസ് ആർ ദി സ്റ്റേജസ് ഓഫ് എറിത്രോപോയിസിസ്. Days required for formation of RBCs 7 days. ഒരാഴ്ചയാണ് അല്ലെങ്കിൽ 7 ദിവസമാണ് RBC പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്ന നമ്പർ ഓഫ് ഡേയ്സ്. അതിൽ 5 days ടിൽ ദി സ്റ്റേജ് ഓഫ് റെറ്റിക്കുലോസൈറ്റ്. അതായത് ആ പ്രോ എറിത്രോബ്ലാസ്റ്റ് സ്റ്റേജ് മുതൽക്ക് റെറ്റിക്കുലോസൈറ്റ് ആവുന്നത് വരെ 5 days ആണ്. ബാക്കിയുള്ള 2 days ആണ് റെറ്റിക്കുലോസൈറ്റ് RBC ആയിട്ട് കൺവേർട്ട് ആവാൻ വേണ്ടി എടുക്കുന്ന സമയം. സോ റെറ്റിക്കുലോസൈറ്റ് ആയതിനു ശേഷം ദേ വിൽ ബി റിലീസ്ഡ് ഇൻ ടു ദി സർക്കുലേഷൻ. അപ്പോൾ ബാക്കിയുള്ള 2 ദിവസം ഈ റെറ്റിക്കുലോസൈറ്റ് ബ്ലഡ് വെസൽസിലായിരിക്കും ഇങ്ങനെ ട്രാവൽ ചെയ്യുന്നത്. ലൈക്ക് ഇപ്പോൾ നിങ്ങളൊക്കെ ഈ ഫസ്റ്റ് ഇയറിൽ ഇതൊക്കെ പഠിച്ച ശേഷം ബേസിക് ആയിട്ടുള്ള എല്ലാ ടെക്നിക്സും അറിഞ്ഞ ശേഷം യു വിൽ ഗോ ടു ദി ക്ലിനിക്സിലേക്ക് പോകും, അതായത് പേഷ്യൻസിൻ്റെ അടുത്തേക്ക് പോകും. അതെന്താണ് ശരിക്കും നിങ്ങളുടെ ട്രെയിനിങ് പീരീഡാണ്. എങ്ങനെയാണ് ഓരോരോ കാര്യങ്ങൾ ചെയ്യുന്നത്, നമ്മൾ ക്ലിനിക്കിൽ പോയിട്ട് അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ പോയിട്ട് പേഷ്യൻസുമായിട്ട് നമ്മൾ എങ്ങനെ ഡീല് ചെയ്യുന്നു, എങ്ങനെയാണ് നമ്മൾ ഓരോ പ്രൊസീജിയേഴ്സ് ചെയ്യുന്നത്, അങ്ങനെയുള്ളതിൻ്റെ ഒരു ട്രെയിനിങ് പീരീഡാണ് നിങ്ങൾക്ക് ആ ക്ലിനിക്കൽ പോസ്റ്റിങ്ങിലെല്ലാം കിട്ടുന്നത്. അതേപോലെ തന്നെ ഈ റെറ്റിക്കുലോസൈറ്റ് ആവുന്നത് വരെ അവരെ തിയറി എല്ലാം പഠിപ്പിച്ച് ബോൺ മാരോയ്ക്കകത്ത് തന്നെ ഇരുത്തും.
പിന്നെ അവരത് തിയറി എല്ലാം വെൽ വേഴ്സ്ഡ് ആയി എന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ ക്ലിനിക്സിലേക്ക് പറഞ്ഞു വിടും. അതാണ് ഈ ഒരു റെറ്റിക്കുലോസൈറ്റിനെ പിന്നെ സർക്കുലേഷനിലേക്ക് റിലീസ് ചെയ്യും. സർക്കുലേഷനിലേക്ക് റിലീസ് ചെയ്യുമ്പോഴാണ് നോർമൽ RBCയുടെ ആ ഒരു ഷേപ്പിലേക്കും ഒക്കെ അത് ചേഞ്ച് ചെയ്ത് വരുന്നത്. അപ്പം ഇങ്ങനെയാണ് അതിൻ്റെ ഒരു നമ്പർ ഓഫ് ഡേയ്സും ആ ടൈം പീരീഡും എല്ലാം പറയുന്നത്. So, to say about the summary of changes occurring during erythropoiesis: reduction in cell size from 20 microns to 7.2 microns, conversion of basophilic cytoplasm to polychromatic and finally to acidophilic cytoplasm, reduction in the size of nucleus and finally its disappearance, appearance of hemoglobin. അപ്പോൾ അത്രയുമാണ് about the stages of erythropoiesis. And along with that പറയേണ്ട ഒരു ടോപ്പിക് കൂടിയാണ് regulation of erythropoiesis or factors affecting erythropoiesis. So there are three main factors. They are general factors, maturation factors and factors essential for hemoglobin synthesis. ഇങ്ങനെ 3 മെയിൻ ഫാക്ടേഴ്സ് ആണ് വരുന്നത്. അപ്പോൾ ഈ ഓരോ ഫാക്ടേഴ്സിലും വേരിയേഷൻ വരുന്നതിനനുസരിച്ച് എറിത്രോപോയിസിസിലും വേരിയേഷൻസ് വന്നുകൊണ്ടിരിക്കും. First, to say about the general factors, they are erythropoietin, thyroxine, hemopoietic growth factors, vitamins B, C, D and E. ഇതാണ് ജനറൽ ആയിട്ട് എറിത്രോപോയിസിസിന് ആവശ്യമായിട്ടുള്ള ഫാക്ടേഴ്സ്. അപ്പോൾ അതിൽ എറിത്രോപോയിറ്റിൻ എന്താണെന്നുള്ളത് ആദ്യമേ പറഞ്ഞതാണ്. എറിത്രോപോയിറ്റിൻ ഇസ് റിലീസ്ഡ് ബൈ ദി കിഡ്നി ഡ്യൂറിങ് ഹൈപ്പോക്സിയ. അപ്പോൾ അത് കിഡ്നിയിൽ നിന്ന് റിലീസ്ഡ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ ബോൺ മാരോനെ വന്നിട്ട് അത് സ്റ്റിമുലേറ്റ് ചെയ്യും. സോ RBC പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യാനായിട്ട് അത് സഹായിക്കും. അതാണ് എറിത്രോപോയിറ്റിൻ്റെ ആക്ഷൻ എന്ന് പറയുന്നത്. സോഴ്സ് ഓഫ് സെക്രീഷൻ ഇസ് ദ കിഡ്നി. Stimulant for secretion is hypoxia, that is decreased oxygen in the blood. Secretion is increased by hormones like thyroxine, androgens, then growth hormone and GH എന്ന് പറയുന്നത്, prolactin, etc. And secretion is decreased by estrogen. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ അണ്ടർസ്റ്റുഡ് ആണ് എന്തുകൊണ്ടാണ് മെയിൽസിൽ RBC കൗണ്ട് കൂടുന്നതും ഫീമെയിൽസിൽ RBC കൗണ്ട് കുറയുന്നതും. ഈ പിക്ചർ ജസ്റ്റ് അതിൻ്റെ ഒരു ഇത് കാണിച്ചു എന്നുള്ളതേ ഉള്ളൂ. നോർമൽ ഓക്സിജൻ ലെവൽസിൽ ബ്ലഡ് ഓക്സിജൻ ലെവൽസിൽ നിന്നും വേരിയേഷൻ വരുമ്പോൾ അല്ലെങ്കിൽ ബ്ലഡ് ഓക്സിജൻ ലെവൽ കുറയുമ്പോൾ ഹൈപ്പോക്സിയ ഉണ്ടാവുന്നു, ഡിക്രീസ്ഡ് ഓക്സിജൻ ലെവൽസ് ഇൻ ബ്ലഡ്. ഇപ്പോൾ കിഡ്നി റിലീസസ് എറിത്രോപോയിറ്റിൻ, സ്റ്റിമുലേറ്റ്സ് ദി റെഡ് ബോൺ മാരോ, RBC പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യും, ഇൻക്രീസ്ഡ് ഓക്സിജൻ ക്യാരിങ് എബിലിറ്റി ഓഫ് ബ്ലഡ് ആൻഡ് ഫൈനലി നോർമൽ ബ്ലഡ് ഓക്സിജൻ ലെവലിലേക്ക് എത്തുകയും ചെയ്യും. Then comes thyroxine that accelerates the process of erythropoiesis. RBC production വളരെ important ആയിട്ടുള്ള ഒരു ഹോർമോൺ ആണ് തൈറോക്സിൻ. Then hemopoietic growth factors like interleukins and stem cell factors induces the proliferation of pluripotent stem cells. അത് ജസ്റ്റ് അതിൻ്റെ കൂടെ തന്നെ വരുന്ന കുഞ്ഞു കുഞ്ഞു ഗ്രോത്ത് ഫാക്ടേഴ്സ് ആണ്. Then comes the maturation factors. They are vitamin B12, intrinsic factor of Castle അല്ലെങ്കിൽ ഒറ്റയ്ക്ക് നമ്മൾ ഇൻട്രിൻസിക് ഫാക്ടർ എന്ന് പറയും, ആൻഡ് ഫോളിക് ആസിഡ്. അപ്പോൾ വൈറ്റമിൻ B12ൻ്റെ ഇമ്പോർട്ടൻസ് നമ്മൾ അനീമിയയിൽ പറഞ്ഞതായിരുന്നു. പെർനീഷ്യസ് അനീമിയ എന്ന് പറയുന്നൊരു കണ്ടീഷൻ ഉണ്ടാവും which is due to the deficiency of vitamin B12. So vitamin B12 is also called the extrinsic factor or essential vitamin as it is obtained from food, stored mostly in the liver and small amounts in the muscle. They are transported to the bone marrow when required and it is essential for the maturation of RBCs. Deficiency causes pernicious anemia. ഇതിനെ പറ്റിയിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ ഓൾറെഡി പെർനീഷ്യസ് അനീമിയ പറഞ്ഞപ്പോൾ പറഞ്ഞതാണ്. സോ സെയിം തന്നെയാണ് ഇവിടെയും പറയാനുള്ളത്. Then comes intrinsic factor of Castle or intrinsic factor which is produced by the parietal cells of gastric glands. അപ്പോൾ gastric mucosa parietal cells ആണ് intrinsic factor produce ചെയ്യുന്നത്. It is essential for the absorption of vitamin B12 from the intestine. Then comes folic acid which is also essential for the maturation of RBC, and deficiency leads to the formation of large and immature RBCs causing megaloblastic anemia.
അപ്പോൾ ആ സെയിം സംഭവങ്ങൾ തന്നെയാണ് ഇവിടുത്തെ മെച്ചുറേഷൻ ഫാക്ടേഴ്സ് ആയിട്ട് വരുന്നത്. And the last one is factors essential for hemoglobin synthesis. അപ്പോൾ അതിലാദ്യം വരുന്നത് പ്രോട്ടീൻസ് ആൻഡ് അമിനോ ആസിഡ്സ് that are essential for the formation of globin part of hemoglobin. അപ്പോൾ ഇതിലൊക്കെ ഈ പറഞ്ഞ ഫാക്ടേഴ്സിൽ ഏതെങ്കിലുമൊക്കെ ഡെഫിഷ്യൻസി വന്നു കഴിഞ്ഞാൽ ഹീമോഗ്ലോബിൻ സിന്തസിസിനെ അത് എഫക്ട് ചെയ്യും. സോ ഓട്ടോമാറ്റിക്കലി ഇറ്റ് വിൽ എഫക്ട് എറിത്രോപോയിസിസ് ഓൾസോ. Then comes iron for the formation of heme part of hemoglobin. Copper for the absorption of iron from intestine. ഇപ്പോൾ നമ്മൾ വൈറ്റമിൻ B12 അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻട്രിൻസിക് ഫാക്ടർ ആവശ്യമാണെന്ന് പറഞ്ഞില്ലേ, അതേപോലെ തന്നെ നമ്മൾ കഴിച്ച ഭക്ഷണത്തിനകത്തുള്ള അയൺ അബ്സോർബ് ചെയ്യണമെങ്കിൽ കോപ്പർ അവിടെ ആവശ്യമാണ്. ആൻഡ് ഫൈനലി കൊബാൾട്ട് ആൻഡ് നിക്കൽ ഫോർ ദി യൂട്ടിലൈസേഷൻ ഓഫ് അയൺ. അതായത് നമ്മളിപ്പോൾ ഈ കഴിച്ച ഭക്ഷണത്തിനകത്തുള്ള അയണിനെ അബ്സോർബ് ചെയ്തു, അതിനെ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കൊബാൾട്ട് ആൻഡ് നിക്കലിൻ്റെ ആവശ്യം അവിടെ ഉണ്ടാവണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഫാക്ടേഴ്സ് എസെൻഷ്യൽ ഫോർ ഹീമോഗ്ലോബിൻ സിന്തസിസ്. ആൻഡ് ദീസ് ആർ ദി മെയിൻ തിങ്സ് അബൌട്ട് എറിത്രോപോയിസിസ്. ഇപ്പോൾ എറിത്രോപോയിസിസ് പഠിക്കുമ്പോൾ ഈ ഫാക്ടേഴ്സും അതിൻ്റെ കൂടെ തന്നെ വരുന്നതാണ്. ഇറ്റ് ഈസ് ഈക്വലി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, സോ ഡോണ്ട് മിസ് ദീസ് പോയിന്റ്സ്. And this much about erythropoiesis, and with this we come to an end of the entire topic on RBCs. So thank you.